ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രഷ് ലൈഫ്. ഐ എം ലക്സി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അച്ചപ്പമാണ്. പക്ഷെ വീട്ടിലല്ല ഈ അച്ചപ്പം തയ്യാറാക്കുന്നത്, ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ തയ്യാറാക്കുന്ന അച്ചപ്പമാണിത്. ഇതിന് ഇവിടെ ഭയങ്കര ഡിമാൻഡ് കേട്ടോ. ഈ ഷോപ്പിൽ നിന്ന് തന്നെ ഈ അച്ചപ്പത്തിന്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒത്തിരി ഓർഡർ ഉള്ളതുകൊണ്ട് 10 കിലോ അരിക്കുള്ള അച്ചപ്പമാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. ഏകദേശം 30 ഗ്രാം വെയിറ്റ് ഉള്ള അച്ചപ്പമാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതുപോലെ 550 അച്ചപ്പമാണ് 10 കിലോ അരിപ്പൊടിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് ഇത്ര അളവിലൊന്നും അച്ചപ്പം വീട്ടിൽ ഉണ്ടാക്കണ്ടെങ്കിൽ കുറച്ചളവിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ റെസിപ്പി ഇട്ടേക്കാം. 10 കിലോ പച്ചരി നന്നായിട്ട് കുതിർത്ത് വെച്ച് കഴുകിയെടുത്തതിന് ശേഷം അതിനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പച്ച അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, വറുത്ത അരിപ്പൊടിയല്ല. ഇനി നമുക്കിതിലേക്ക് 30 കോഴിമുട്ടയാണ് എടുക്കേണ്ടത്. 30 കോഴിമുട്ട നന്നായി പൊട്ടിച്ചെടുത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 4 കിലോ പഞ്ചസാരയാണ്. മുട്ട അടിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ഈ 4 കിലോ പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. 2-3 പ്രാവശ്യമായിട്ടാട്ടോ മുട്ട മിക്സിയുടെ ജാറിൽ അടിച്ചൊഴിക്കുന്നത്. ഇതിങ്ങനെ ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഈ പഞ്ചസാര ഇതിലിട്ടത് എല്ലാം നന്നായി മിക്സായി യോജിച്ച് വരണം. ഈ 30 കോഴിമുട്ടയും 4 കിലോ പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 10 കിലോ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ളത് 4 നാളികേരത്തിന്റെ പാലാണ്. 4 ലിറ്റർ വെള്ളത്തിലാണ് ഈ നാളികേരം അരച്ചെടുക്കുന്നത്. ആ നാളികേരത്തിനെ 3 പ്രാവശ്യം പിഴിഞ്ഞെടുക്കും. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ടയും ഷുഗറും എല്ലാം കൂടി ഇട്ടിട്ടുള്ള മിക്സിലേക്ക് 1-ാം പാല് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 2-ാം പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത്രയും കൂട്ടുകൾ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 50 ഗ്രാം എള്ള് ചേർക്കുന്നുണ്ട്. ഫ്ലേവറിനായിട്ടും കാണാനൊരു ഭംഗിക്കുമായിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ചേർക്കുന്നത് 50 ഗ്രാം നല്ല ജീരകമാണ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കും. ഇനി ഇതിലേക്ക് ബാലൻസിങ്ങിനായിട്ട് ഒരു 30 ഗ്രാം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. 30 ഗ്രാം തന്നെ ഏലക്ക പൊടിച്ചതും കൂടെ നന്നായിട്ട് ചേർക്കുന്നുണ്ട് ഇതിൽ. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാറ്ററിന്റെ പരുവം മനസ്സിലാവും. ഇനി അതിലേക്ക് വെള്ളത്തിന്റെ അളവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റി വെച്ചിരിക്കുന്ന 3-ാം പാല് ചേർത്ത് കൊടുക്കും. നമ്മൾ തയ്യാറാക്കുന്ന ദോശമാവുണ്ടല്ലോ, അതിനേക്കാൾ അല്പം കൂടെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് ഈ ബാറ്റർ ഇരിക്കേണ്ടത്. ഇത്ര മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ അച്ചപ്പത്തിനുള്ള മിക്സ് റെഡിയാവും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇനി ആ അടുത്ത സ്റ്റെപ്പ് അച്ചപ്പം ഉണ്ടാക്കലാണ്. അതിനായിട്ട് ഇവിടെ ഒരു വലിയ ഉരുളി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് അച്ചപ്പത്തിന്റെ സ്പെഷ്യലായിട്ടുള്ള അച്ച് അത് മുക്കി നല്ലതുപോലെ ചൂടായി വന്നിട്ടുള്ള തിളച്ചു വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഓരോ അച്ചപ്പവും ഉണ്ടാക്കിയെടുക്കുന്നത്. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് പാകമായി കഴിഞ്ഞാൽ അച്ചിൽ നിന്ന് തനിയെ അച്ചപ്പം വിട്ട് വെളിച്ചെണ്ണയിലേക്ക് പോയിക്കോളും. നല്ലതുപോലെ മൊരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അച്ചപ്പവും ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ ബാറ്റർ തീരുന്നത് വരെ നമുക്കിതുപോലെ വെളിച്ചെണ്ണയിൽ ഇട്ട് മുക്കി അച്ചപ്പം തയ്യാറാക്കിയെടുക്കണം. അച്ചപ്പം തയ്യാറാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അച്ചപ്പത്തിന്റെ മാവിലേക്ക് ഇത് മുക്കി കൊടുക്കുമ്പോൾ അച്ച് മുഴുവനായിട്ട് മുങ്ങിപ്പോകരുത്. അച്ച് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അച്ചപ്പം അതിൽ നിന്ന് വിട്ടുപോരില്ല. അച്ചന്റെ മുകളിൽ നിൽക്കുന്ന പോലെ ഇതുപോലെ മാത്രമേ മുങ്ങിപ്പോകാൻ പാടുള്ളൂ. ഇത്രയായാൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ അച്ചപ്പം റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പമാണ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അച്ചപ്പം വീടുകളിൽ തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ റെസിപ്പിയും ഈ ഒരു കൂട്ടും വളരെ സ്പെഷ്യലാണ്. നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്